ഇന്നേ വിളക്കിലെ തിരി നമ്മളിങ്ങനെ തിരി വാങ്ങിക്കില്ലേ? അപ്പോൾ ഈ തിരി ഇങ്ങനെ ഓരോന്നും നമ്മൾ വിളക്കിൽ വെക്കുമ്പോൾ ഇങ്ങനെയല്ലേ വെക്കാറ്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാനിത് ശരിക്കും എണ്ണി നോക്കും ഇതിനകത്ത് എത്രയുണ്ടെന്ന്. കണ്ടില്ലേ, 3 തിരിയാണ് ഇതിനകത്ത്. പക്ഷേ ഞാൻ അങ്ങനെ 3 തിരിയായിട്ട് വെക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും വെക്കുകയാണെങ്കിൽ 5 തിരിയാണല്ലോ നല്ലതെന്ന് പറയുമല്ലോ. ഇതിനകത്ത് കണ്ടോ 4 തിരിയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വെച്ച് ഞാൻ വെക്കാറില്ല. അപ്പോൾ എപ്പോഴും ഞാൻ വെക്കുമ്പോൾ ഇതിപ്പോൾ ഇത് 4 തിരിയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു തിരിയും കൂടി എടുത്ത് ഇതിങ്ങനെ 5 തിരിയാക്കും. 5 തിരിയാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ വെക്കും. ഇങ്ങനെ പിരിച്ച് വയ്ക്കില്ലേ, എന്നിട്ട് വിളക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. ഞാൻ എപ്പോഴും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ പല തിരികളൊക്കെ പല എണ്ണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് സമയം കിട്ടുമ്പോൾ ഇതുപോലെ കുറച്ച് തിരി ഒന്നിച്ച് ഒരുപാടൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. കുറച്ച് തിരി വാങ്ങിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. അപ്പോൾ രാവിലെ വൈകുന്നേരമൊക്കെ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പോൾ ഇന്ന് ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരി തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വീഡിയോയിൽ നമ്മുടെ അമ്മമാർ കാരണം മക്കൾ തമ്മിൽ തല്ലി അടിച്ചു പിടിച്ച് പിരിയാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അത് അമ്മമാരുടെ കുറച്ച് പരദൂഷണം പറച്ചിലും കുറ്റം പറച്ചിലും ഒക്കെ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പറയാൻ പോവാം കേട്ടോ. പാവം അമ്മമാരെ കുറിച്ച്. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരും നമ്മൾ അമ്മമാരെ അങ്ങനെ കുറ്റപ്പെടുത്തരുതല്ലോ. കുറച്ച് അമ്മമാരുണ്ടല്ലോ വെറും പാവം. അതുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, വിവരം ഉണ്ടാവില്ല, വീട്ടിലെ പണി ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം കൊണ്ട് പ്രതിഷ്ഠിച്ച പോലെയാണ് ചില അമ്മമാർ. പണ്ട് കാലത്തെ ഈ ഓരോ വീട്ടിലും നമ്മൾ പറയാറില്ലേ, കുറേ മക്കളുണ്ടാവും, 6, 7 അല്ലെങ്കിൽ 10 വരെ, 11, 12 വരെ, ഒരു ഡസൻ വരെ ഉണ്ടാവാറുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഈ പറയണ പോലെ ഒരമ്മയായിരിക്കും. അപ്പോൾ ആ അമ്മയ്ക്ക് സാമർഥ്യക്കുറവ് ഉള്ളത് കാരണം സ്കൂളിലേക്ക് വിടില്ല, പഠിപ്പിക്കില്ല. ബാക്കിയുള്ളവരൊക്കെ പഠിക്കുന്നുണ്ടാവും. അതിസാമർഥ്യം കാണിക്കുന്നവരൊക്കെ സ്കൂളിൽ പോയി പഠിച്ച് കുറച്ച് നല്ല നിലയിലേക്ക് വരും. അപ്പോൾ ഈ പണി ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കുറേ അമ്മമാരുണ്ട്. ആ അമ്മമാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും തന്നെ മിക്കവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വേറെ ബന്ധുക്കളുടെ വീട്ടിലോ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു അമ്മ ഉണ്ടാവും. അത് ഉറപ്പാണത്. അങ്ങനെയുള്ള ആ അമ്മമാരെന്ന് പറയുമ്പോൾ അവർ വിവാഹം കഴിച്ചിരിക്കുന്നതും ചിലപ്പോൾ അവരെ പോലെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരോ അധികം വലിയ നിലയിലുള്ളവരോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ വീട്ടിലെ മൂത്ത ഒരു സഹോദരി ആയിരിക്കാം, അവർക്ക് താഴെയായിരിക്കും ബാക്കിയുള്ള കുട്ടികളെല്ലാം. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ അനിയത്തിയോ അനിയനോ അവരെയൊക്കെ വളർത്താൻ വേണ്ടി അമ്മയെ പഠിപ്പിക്കാതെ സ്കൂളിലേക്ക് വിടാതെ വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയും മിക്ക വീടുകളിലും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ഒരു അമ്മയെ പറ്റിയാട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മമാരെ കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവർക്ക് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ സാമർഥ്യക്കുറവ് കൊണ്ട് അവർക്ക് ഒരു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ടും അവർക്ക് ചിലപ്പോൾ തിരിച്ചും സ്വന്തം വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഭർത്താവും വരും, മക്കൾ വരും. അങ്ങനെ ആ പഴയ തറവാട്ടിലേക്ക് തന്നെ അമ്മ വീട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. പിന്നെ അവരുടെ ആങ്ങളമാരുടെ ഭരണം, ആങ്ങളമാർ പറയണത് കേൾക്കുക, അല്ലെങ്കിൽ ആങ്ങളുടെ ഭാര്യ പറയണത് കേൾക്കുക, അവർ ചെയ്യണത് അവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക, അവർക്ക് വേണ്ടി പണിയെടുക്കുക. കാരണം ഭർത്താവിനും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നത് ആങ്ങളെയാണല്ലോ. അപ്പോൾ അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതെല്ലാം നാട്ടു നടപ്പാണത്. കാരണം വെറുതെ ഇരുന്ന് ചോറ് കൊടുക്കില്ലല്ലോ ആരും. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആങ്ങളമാരുടെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് വളരുന്നുണ്ടാവും. പക്ഷേ ഇതുങ്ങൾ ഈ പറയുന്ന അമ്മയുടെ മക്കളെന്ന് പറയുമ്പോൾ അച്ഛനും സാമ്പത്തികവും ഇല്ല, അമ്മയ്ക്കും ഇല്ല. ഇത് വരുമ്പോൾ സാധാരണ സ്കൂളിൽ വിടും, എങ്ങനെയൊക്കെയോ വിദ്യാഭ്യാസം കൊടുക്കും. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഭാഗ്യം കൊണ്ട് ചിലവർ നല്ല രീതിയിൽ പോകും, ചിലവർ വീണ്ടും കീഴ്പോട്ടേക്ക് തന്നെ പോകാറുണ്ട്. പിന്നെ കുറച്ച് ഏജൊക്കെ എത്തുമ്പോൾ ആങ്ങളമാർ എന്ത് ചെയ്യും, കുറച്ച് പൈസയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവർക്കൊരു വീട്, ചെറിയൊരു വീട്, അവർക്കൊരു ഷെയർ ഉണ്ടാവുമല്ലോ, അതിൽ അവർക്കൊരു വീട് വെച്ച് കൊടുത്ത് അവരെ മാറ്റി താമസിപ്പിക്കും. വീണ്ടും ആ കുടുംബം അങ്ങനെ തന്നെയായിരിക്കും, ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയില്ലാത്ത ഒരു രീതിയിൽ. പിന്നെ അച്ഛൻ, അതായത് ആ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നവർ, ഞാനിങ്ങനെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പോൾ അവർ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഭർത്താവ് ചിലപ്പോൾ ഒരു കുടിയനായിരിക്കാം, ചിലപ്പോൾ അയാളും ഒരു ജോലിക്കൊന്നും പോകാത്ത രീതിയിലുള്ള ആളായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ അമ്മയായിരിക്കണം അല്ലെങ്കിൽ പണിക്ക് പോവുകയോ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ വീട് പണിക്ക് പോവുകയോ അങ്ങനെയൊക്കെ കുടുംബം നോക്കാൻ, മക്കളെ നോക്കാൻ വേണ്ടി പോണത്.
അപ്പോൾ അത് ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായ തൊട്ടടുത്ത് ഇരിക്കുന്ന ആങ്ങളമാർക്ക് കുറച്ചൊരു ഒരു എന്താ പറയുന്നത്, ഒരു നാണക്കേട് എന്നൊക്കെ പറയില്ലേ, ആക്ഷേപം, അല്ലെങ്കിൽ അവർക്കൊരു പരിഹാസം പോലെ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഒരു കൊച്ചാക്കുന്ന രീതി, അത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന അമ്മയെ ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലുള്ള സീറ്റിലായിരുന്നു ഇരുന്നത്. അവർ എവിടെ പോയിട്ട് വരുന്നു അറിയില്ല, ടൗണിൽ എന്തോ പോയിട്ട് വന്നായിരിക്കാം. അത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ അവരുടെ ആങ്ങള, ഞാൻ പറയുന്ന കുറച്ച് പൈസയൊക്കെ ഉള്ള ആളാണ്, അയാളും ആ സ്റ്റോപ്പിൽ നിന്ന് വേറൊരു സ്റ്റോപ്പിൽ നിന്ന് കയറി. അപ്പോൾ രണ്ടുപേരും ഇറങ്ങുന്നത് ഒരു സ്റ്റോപ്പിൽ തന്നെയാണ്, ഞാനും അവിടെ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ഇവർ ആദ്യമേ, ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ വന്നപ്പോൾ ടിക്കറ്റ് എടുത്തു. അതേ തൊട്ട് ആ അടുത്ത സീറ്റായതുകൊണ്ട് ആ അമ്മയും ടിക്കറ്റ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ആങ്ങള കയറിയത്. അത് കഴിഞ്ഞിട്ട് ആങ്ങള ഫ്രണ്ടിലും കണ്ടാൽ നീങ്ങി നിൽക്കായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്തു, അയാളും അവിടെ ടിക്കറ്റ് എടുക്കണ കണ്ടിരുന്നു. അത് ഈ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാനും ഇറങ്ങി, ഈ പറഞ്ഞ ആങ്ങളെയും പെങ്ങളും ഒക്കെ ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് നടന്നു പോയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒച്ച പോലെ കേട്ടു. അപ്പോൾ എന്താണെന്ന് ഞാൻ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഈ ആങ്ങളയുണ്ടല്ലോ, ഈ ആങ്ങളെ ആ ടിക്കറ്റും എന്തോ ചില്ലറ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയണതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് നോക്കി, കാരണം ഞാൻ അറിയുന്ന ഒരു അമ്മ തന്നെയാണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ അമ്മയ്ക്ക് സങ്കടം വന്നു പോയി, കണ്ണ് നിറഞ്ഞു പോയി. കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർ കണ്ടു, കുറേ ആൾക്കാർ അവിടെ കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ടു. അപ്പോൾ എന്തായിരിക്കുമോ എന്നുള്ള ആകെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അത് ഞാനായാലും നിങ്ങൾക്കായാലും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ നിന്നു. പതുക്കെ അവർ മുമ്പോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ആങ്ങളെ എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു, പക്ഷേ എനിക്കറിയില്ലല്ലോ ആങ്ങളെ അവിടെ നിന്ന് കയറുന്നു. ഞാൻ കയറിയപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തു. അത് നിങ്ങളും കണ്ടതല്ലേ, ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ അവർ കയറിയപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമല്ലേ? ആങ്ങളോട് ആര് പറഞ്ഞു ആ ടിക്കറ്റ് എടുക്കാൻ? അവർക്ക് ചോദിക്കണ്ടേ നീ ടിക്കറ്റ് എടുത്തോ? അങ്ങനെയാണെങ്കിൽ എടുത്താൽ പോരെ. അയാളുടെ ആ 10-15 രൂപ പോയി, അതിൻ്റെ ദേഷ്യം തീർത്തതാണ് ആ അമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പോൾ പബ്ലിക്കായിട്ട് ഇത്രയും ചെയ്യുന്ന ഒരു ആങ്ങള, അപ്പോൾ അവരുടെ വീട്ടിൽ അവരെന്തോരം പാടുപെടുത്തുണ്ടാവൂല്ലേ? സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ പറയുമ്പോൾ ഒന്ന് പേടിക്കണ്ട കേട്ടോ, കാരണം ഇതെല്ലാവരെയും കുറേ കൊള്ളിക്കലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് മക്കളെ. ഇതുപോലെയുള്ള ജനങ്ങളാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. അപ്പം നമുക്ക് ഇതൊന്നും നിർത്താൻ പറ്റില്ല, എനിക്കോ നിങ്ങൾക്കോ ഒന്നും സാധിക്കില്ല. ഇങ്ങനെയുള്ള അമ്മമാരുടെ മക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ പറയണത്? അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അവർ ഇതുവരെ കഷ്ടപ്പെട്ടു, ഇതുവരെ ബുദ്ധിമുട്ടി, ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഒക്കെ, ഈ മക്കളെ വളർത്താനും എല്ലാം ആ കുടുംബം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ. അപ്പോൾ എന്ത് വേണം, മക്കൾ വിചാരിക്കുക ഇനി ആ അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കാനും, അവർക്ക് ഇനി വാങ്ങിച്ചു കൊടുക്കാനും, അവരെ ഇനി വയസ്സുകാലത്ത് പണിക്കൊന്നും പോവാത്ത രീതിയിൽ വീട്ടിലിരുത്തി മക്കൾ കൊണ്ടുവന്ന് അധ്വാനിച്ച് പണം കൊടുത്ത് അവരെ സന്തോഷം, അതാണ് ഇനി ആ മക്കൾ ചെയ്യേണ്ടത്. കാരണം അല്ലാതെ ഇനിയിപ്പോൾ വേറൊന്നും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഇത്രയും പ്രായമായി, ഇനി ആങ്ങളമാരെ മനസ്സ് നന്നാക്കി അവരെ ഗുണദോഷിച്ച് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. ഒന്നേ ഉള്ളൂ, ഇനി മക്കൾ നല്ല രീതിയിൽ ആ അമ്മയെ നോക്കുക അല്ലെങ്കിൽ ആ അച്ഛനെ നോക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ തിരി ഇതാ നന്നാക്കി കഴിഞ്ഞു, കുറച്ചൊക്കെ ഇനിയുണ്ട് കുറേ. അതേതായാലും ഇത്രയും നേരം സംസാരിച്ചതിന് ഞാൻ ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്കായി, കണ്ടില്ലേ, കുറേ ദിവസത്തേക്കുള്ള തിരിയെ. ഇതിങ്ങനെ നല്ല ട്രിക്കാട്ടോ. നമ്മൾ ചില സമയത്ത് പറയില്ലേ, ഒരു തിരിയെ കൊളുത്തരുത്, 3 തിരി കൊളുത്തരുത് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കണ തിരിയിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യണം. ഒരു തൃപ്തി, മനസ്സിൻ്റെ തൃപ്തി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. എല്ലാവർക്കും